എങ്ങോട്ടാ ഈ രാവിലെ? ഇന്ന് സ്കൂളില്ലാത്ത ദിവസമല്ലേ? സ്കൂളില്ല, ഞാൻ ബാലുവിന്റെ വീട്ടിൽ ഈ പുസ്തകം കൊണ്ടുകൊടുത്തിട്ട് ഇപ്പൊ വരാം. അയാൾക്ക് ക്ലാസ്സിൽ ഒരുപാട് വഴക്ക് കിട്ടി. നീ ഇത്രയും ദൂരം നടന്നു പോവാനോ? പ്രമോദ് കൊണ്ടുപോയി കൊടുക്കും. നല്ല അമ്മയല്ലേ, ഞാൻ ഇത് കൊണ്ടു കൊടുത്തിട്ട് ഓടി വരാം. ആ പ്രമോദേട്ടന് ബാലുവിനെ തീരെ ഇഷ്ടമല്ല. അതെയോ? ബാലു അസലേ വരയ്ക്കും. അവനൊരു കലാകാരൻ തന്നെയാ. പക്ഷെ പഠിത്തം കളയാൻ പാടുണ്ടോ? ആ, അതല്ലേ അമ്മ ഞാൻ സഹായിക്കുന്നേ. അവസാനം സഹായിച്ച് സഹായി തോക്കാതിരുന്നാ മതി. എന്തിനാ പൊട്ടിയ വളകള്? അതമ്മേ, ബാലുവിന് വേണമെന്ന് പറഞ്ഞു. എന്തിനാന്ന് പറഞ്ഞില്ല. ഓരോ വികൃതികള്. ആ, പെട്ടെന്ന് ഇനി വരണം കേട്ടോ. ചിത്രകാരനും ചിത്രകാരിയും കൂടിയിരുന്ന് സമയം പോക്കണ്ട. ഇന്നിപ്പൊ ശ്യാമയെ വരയ്ക്കണം തോന്നി. വളപ്പെട്ട രൂപങ്ങൾ നാളെ ഉണ്ടാക്കാം. സമയമില്ലാതിരിക്കുമ്പോ ബാലുവിന്റെ ഓരോ വാശി. ദേ കഴിഞ്ഞല്ലോ. എനിക്കല്ലേ സമയക്കുറവ്. സാമൂഹ്യ പാഠവും കണക്കും സയൻസും തുറന്നു തന്നെ നോക്കിയിട്ടില്ല. ശ്യാമയെല്ലാം തീർത്തു വെച്ചിരിക്കല്ലേ. എന്നാ ബാലു വരയ്ക്കുമ്പോ ഞാനൊരു പാഠം ഉറക്കെ വായിച്ച് കേൾപ്പിക്കട്ടെ? ശ്യാമ വെറുതെ വിഷമിക്കാതെ. ജയിക്കാൻ മാത്രമുള്ളതൊക്കെ ഞാൻ ഒരാഴ്ച കൊണ്ട് പഠിച്ചെടുക്കും. അതിന് ഇനി സമയമുണ്ട്. പക്ഷെ വരയ്ക്കാൻ തോന്നിയാൽ അങ്ങനെയല്ല, ഉടനെ വരയ്ക്കണം. എങ്ങനെയുണ്ട്? അസലായി. ഞാനിത് അമ്മയെ കാണിച്ചോട്ടെ ബാലു? അമ്മയ്ക്ക് ബാലുവിന്റെ പടങ്ങൾ വലിയ ഇഷ്ടാ. ബാലുവിനെയും. തീർക്കട്ടെ. പഠിക്കാനല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്? നിർബന്ധമാണെങ്കിൽ ശ്യാമ വായിച്ചോളൂ, ഞാൻ കേൾക്കാം. ഏറ്റവും ഒടുവിൽ ക്ലാസ് പഠിപ്പിച്ച പാഠം മുതൽ തുടങ്ങാല്ലേ? തുടങ്ങിക്കോ. മടക്ക് പർവ്വതങ്ങൾ. മടക്ക് പർവ്വതങ്ങളുടെ പാദം വിസ്തൃതി കൂടിയിരിക്കുകയും മുകളിലോട്ട് പോകും തോറും വിസ്തൃതി കുറഞ്ഞ് കൊടുമുടിയായി അവസാനിക്കുകയുമാണ് ചെയ്യുന്നത്. ഒരു മടക്ക് പർവ്വതത്തിൽ തന്നെ പല നിരകൾ കാണാവുന്നതാണ്. മടക്ക് ദോശാന്ന് കേട്ടിട്ടുണ്ട്. ടൗണിൽ പോയപ്പോ അച്ഛൻ വാങ്ങി തന്നതാ. ബാലുവിനെല്ലാം കളിയാ. സത്യത്തിൽ മടക്ക് പർവ്വതം ഞാൻ ആദ്യം കേൾക്കുക. യൂറോപ്പിൽ എവിടെയുള്ള ഈ പർവ്വതങ്ങളുടെ കഥയൊന്നും തലയിലിരിക്കുന്നു തോന്നുന്നില്ല. ബാലു തന്നെ അങ്ങ് പഠിച്ചാ മതി. അങ്ങനെ അങ്ങ് പോകാതെ ദാ ഇതൂടെ കൊണ്ടുപോ.